ജിൻഡോ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ, സൂക്ഷിക്കണം. അപ്പോൾ ഈ 2 പ്രാവശ്യവും അവർ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. മറ്റ് മലയോര മേഖലയിലേക്ക് കുടിയേറിയ ആളുകൾക്കൊക്കെ പട്ടയം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഭൂമി പതിച്ച് കിട്ടിയപ്പോൾ ഇവർക്കത് നിഷേധിക്കപ്പെട്ട ആളുകളാണ്. പിന്നീട് ഇവരത് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് ഭൂമിയിൽ ക്രയവിക്രയം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ വിഷയം മറ്റൊരു കാര്യമാണ്. അതിന് മറ്റൊരു രീതിയിൽ തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന അതിനെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കണം. അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ആ ഭൂമി അവരുടെ ഭൂമിയിലെ ക്രയവിക്രയ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കരം മേടിക്കുക അല്ലെങ്കിൽ അവിടുത്തെ വിഷയം താൽക്കാലികമായി പരിഹരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ കാണുമ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ നമ്മൾ എതിർക്കാൻ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ JPCക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ ഭരണം നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു നിയമം അവരൊരു ബില്ല് അവതരിപ്പിച്ചിട്ട് അത് JPCക്ക് വിടേണ്ടി വരുന്നത്. അങ്ങനെ JPCക്ക് വിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നിതീഷ് കുമാർ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവരും ചില കാര്യങ്ങളിൽ ഭയടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് JPCക്ക് വിടുന്നത്. അങ്ങനെ വിടുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് കാണണം. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. JPCയിൽ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായില്ല ശ്രീ ജിൻഡോ. അതിപ്പോൾ ദേശീയ തലത്തിൽ NDA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം NDAയിൽ ഒരു വിള്ളലുണ്ട്. അവിടെ JDUവും അതുപോലെ തന്നെ TDPയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ JPCയിൽ അക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് NDAയുടെ കെട്ടുറപ്പ് കൂടി ഈ JPCയിൽ വഖഫ് ഭേദഗതി ബിൽ അംഗീകാരം നേടിയെടുത്തത് ചർച്ച ചെയ്യുമ്പോൾ കടന്നു വരികയാണ്. അല്ല, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിനൊന്നും നമുക്കിപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഡിസൈഡ് ദ ക്വസ്റ്റ്യൻ, അതായത് മറ്റാരോടും ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കേണ്ട. ഇതിൽ വഖഫ് ബോർഡിന് തന്നെ ഒരു ഭൂമി വഖഫാണ് എന്ന് റീസൺ ടു ബിലീവ്, വിശ്വസനീയമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ഏറെ വിവാദമായ ഈ സെക്ഷനാണ്. അത് അതേപടി മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഒട്ടേറെ പേർക്ക് ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ അത് ഒഴിവാക്കുന്നതിനെ നിങ്ങൾ തള്ളിപ്പറയുന്നത്? അതിനൊരു ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അത് നാളുകളിലായാലും അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലതുമാണ്. അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അതൊരു നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ശക്തമാവുകയാണല്ലോ. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ആ ഒരു നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് ചില ഭേദഗതികൾ വരുമ്പോൾ അവരുടെ ആശങ്ക അകലുകയാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ നിയമം കുറച്ചുകൂടി ശക്തമായാൽ ആ പരിരക്ഷ അവർക്ക് കിട്ടുമല്ലോ. അത് ഉറപ്പാക്കി കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതാണ് ഞാൻ ചോദിച്ചത്. BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് മാത്രമുള്ള എതിർപ്പല്ലേ ശ്രീ ജിൻഡോ? ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 40 അതിനെ ആ രീതിയിൽ തന്നെ ഒഴിവാക്കിയത് അത് ഗുണമോ ദോഷമോ? അതിനെ അങ്ങനെ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് എന്തായാലും ജിൻഡോ സമ്മതിച്ചിട്ടില്ല. മുസ്തഫ മുണ്ടുപാറയും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് കരുതുന്നില്ല. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? സെക്ഷൻ 40 അതാണ് ഏറെ വിവാദമായത്. സെക്ഷൻ 40 ഞാൻ നേരത്തെ ഇവിടെ വായിച്ചത്. സെക്ഷൻ 40 ഒഴിവാക്കുക എന്നുള്ളത് വളരെ വളരെയേറെ അത്യാവശ്യമായിരുന്നില്ലേ? ജിൻഡോ പറഞ്ഞല്ലോ വഖഫല്ല എന്ന് UDF മുഴുവൻ പറയുന്നു. ജിൻഡോ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ, സൂക്ഷിക്കണം. കാരണം ജിൻഡോ പറഞ്ഞല്ലോ വഖഫല്ല എന്ന് UDF മുഴുവൻ പറയുന്നു. ജിൻഡോ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ, സൂക്ഷിക്കണം. കാരണം വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ മാത്രമാണ്. വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഇവിടെ പറയുന്നത് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് ഇവിടെ പറയുന്നത് ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാടാണ്. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണം, പക്ഷേ ഈ അമെന്റ്മെന്റ് പാടില്ല. ഈ അമെന്റ്മെന്റ് ഉണ്ടാകണം. ഇത്തരത്തിലുള്ള പല നിയമങ്ങളും പരിഷ്കരിക്കപ്പെടണം. ആ പരിഷ്കരണമൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ വന്നല്ലോ. പക്ഷേ ആ പരിഷ്കരണം വന്നപ്പോൾ, ഈ നിയമത്തിൽ അമെന്റ്മെന്റ് വന്നപ്പോൾ ആ നിയമത്തിന് കൂടുതൽ പല്ലും നഖവും വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അല്ല, നേരത്തെ ഈ നിയമത്തിൽ ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമിന് അയാളുടെ സ്വത്ത് കൊടുക്കാമെന്നുള്ളതായിരുന്നെങ്കിൽ പിന്നീട് അതിൽ വന്നിരിക്കുന്ന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക.
നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പില്ലാത്ത ഭൂമി, വാക്കാൽ കേട്ടിരിക്കുന്ന ഭൂമി, ഈ ഭൂമിയെ എല്ലാം തന്നെ നിങ്ങൾക്ക് വഖഫ് ചെയ്യാമെന്നും ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് സം പ്രോപ്പർട്ടി ഈസ് എ വഖഫ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് അതിനെ വഖഫാക്കി മാറ്റാമെന്നും അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് വഖഫ് ട്രിബ്യൂണലിലാണ് വരേണ്ടത് എന്നും ആ വഖഫ് ട്രിബ്യൂണലിൽ തന്നെ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരിക്കണമെന്നും ഈ വഖഫിന്റെ സ്ട്രക്ചറിൽ വരുന്ന ആൾക്കാരെല്ലാവരും പബ്ലിക് സെർവന്റ് ആയിരിക്കണമെന്നും അവർക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല എന്നും കളക്ടർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയുമെന്നും ഇവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റുള്ള നിയമങ്ങളുടെ മുകളിൽ ഈ നിയമം ഓവർ റൈഡിങ് ഇഫക്റ്റോടുകൂടി വരുമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം ചോദിക്കാം മഞ്ജുഷ്, ഒരു കാര്യം ചോദിക്കാം. അതായത് ഈ നിയമം പരിഷ്കരിക്കപ്പെടണമെന്ന അഭിപ്രായമുള്ള ആൾക്കാർ, അതിപ്പോ ശ്രീ ജിൻഡോ ആയിക്കോട്ടെ ശ്രീ മുസ്തഫ ആയിക്കോട്ടെ, ഇതിൽ എന്താണ് പരിഷ്കരിക്കുക എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ? മുൻപത്തെ പ്രശ്നം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നൊന്ന് പറയാമോ? ഇതിൽ ഏതൊക്കെ പരിഷ്കരണമായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊന്ന് പറയാമോ? പറയില്ല. അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ഇത് ആൾക്കാർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലത്തേക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമം തന്നെ ഇല്ലാതെയാകണം. BJP ആ ലെവലിലേക്ക് പോയില്ല എന്നുള്ളതിൽ എനിക്ക് വിമർശനമുണ്ട്. അല്ല, ഇതിലിപ്പോൾ ഞാനൊരു ക്രൈസ്തവനാണ്. എനിക്കിപ്പോൾ എൻ്റെ പ്രദേശത്തെ ഒരു ജമാഅത്തിന് എനിക്ക് എൻ്റെ ഒരു 5 സെൻറ്റ് ഭൂമി സംഭാവന ചെയ്യാൻ തോന്നിയാൽ എനിക്കത് സംഭാവന ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് അവരുടെ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 10 സെൻറ്റ് ഭൂമി സംഭാവന ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ 5 വർഷക്കാലം വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് നിയമമാണ്? വഖഫ് ബോർഡിന് കീഴിലാക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, വഖഫാക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എഴുതി കൊടുക്കാമല്ലോ. ഇപ്പൊ ഈ വരാപ്പുഴ തന്നെ, ഇപ്പൊ നമ്മൾ മുൻപത്തെ വിഷയം പറയുന്നുണ്ട്, വരാപ്പുഴ തന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1969 സാധുജന പരിപാലന സംഘക്കാർ രജിസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടുള്ള ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നുണ്ട്. അപ്പൊ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള തർക്കമായിട്ടുള്ള സാധുജന പരിപാലന സംഘ വരാപ്പുഴയിലെ സാധുജന പരിപാലന സംഘത്തിന്റെ തർക്കം. എന്റെ പ്രശ്നം അതല്ല, സ്ഥലമല്ല ഞാൻ ചോദിച്ചത്. ആ തർക്കം നടക്കുന്നത് ലീഗൽ ഡിസ്പ്യൂട്ട് എവിടെയാണ് നടക്കുന്നത്? അല്ല, സിവിൽ കോടതിയിലാണോ? അത് സിവിൽ കോടതിയിലാണ്. ഇതിന്റെ പ്രശ്നം സിവിൽ കോടതിയിൽ പോകാൻ പറ്റില്ലെന്നേ. അല്ല, ഞാൻ അതാണ് ശരിയായ സിവിൽ കോടതിയിലാണ്. അപ്പോ ഇതിനത് പറ്റില്ലായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ശ്രീജിത്ത്, ഞാൻ പറയട്ടെ. അതെ, പറയൂ. വരാപ്പുഴയിലെ തർക്കം പരിഹരിക്കപ്പെടാതെ പോകുന്നത് അത് സിവിൽ കോടതിയിൽ. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത്ര എളുപ്പത്തിൽ സിവിൽ കോടതിയിൽ ഒരു തർക്കം പരിഹരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വഖഫ് ട്രിബ്യൂണലിന്റെ മുമ്പിൽ വരുന്ന തർക്കം പരിഹരിക്കുന്നതിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് അത് സിവിൽ കോടതിയിലേക്ക് മാറുമ്പോൾ കാലവിളംബം കൂടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം. ഇനി വഖഫ് ട്രിബ്യൂണൽ അത് ഏതെങ്കിലും മുസ്ലിം സംഘടനാ നേതാക്കന്മാർ മാത്രമാണ് വഖഫ് ട്രിബ്യൂണൽ വരുന്നത്? അത് മോട്ടോർ വെഹിക്കിൾ ട്രിബ്യൂണൽ പോലെ, അല്ലെങ്കിൽ മറ്റ് CBI കോടതി പോലെ, അല്ലെങ്കിൽ MLA MP കോടതി പോലെ അങ്ങനത്തെ ഒരു സംവിധാനം തന്നെയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇനി ഇതിനപ്പുറത്ത് BJP കൊണ്ടുവരുന്നതാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് അതിൽ എതിർക്കാൻ പല കാരണങ്ങളുണ്ട്. അല്ല ജിൻഡു, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ ട്രിബ്യൂണലിൽ നേരത്തെ അപ്പീൽ പോകാൻ പറ്റില്ലായിരുന്നു. ട്രിബ്യൂണലിന്റെ വിധി അതേപടി അംഗീകരിക്കണമായിരുന്നു. മോക്ഷത്തിന് വേണ്ടിയിട്ട് മുസ്തഫ മുണ്ടുപാറ 1600 വർഷം പഴക്കമുള്ള തെളിവ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ തട്ടിപ്പറിച്ചെടുത്തതല്ല. തിരുച്ചെന്തൂരിലെ 1600 വർഷം പഴക്കമുള്ള ക്ഷേത്രം എങ്ങനെയാണ് വഖഫ് കുടിയിറക്കപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വഖഫ് ഭൂമി അല്ല എന്ന തീരുമാനം വരണം. അത് വഖഫ് ഭൂമി അല്ല എന്ന തീരുമാനം വന്നാലേ അത് സാധ്യമാവുകയുള്ളൂ. ഒട്ടും സംശയമില്ല. അല്ലാത്ത ഭൂമിയെ വഖഫാണെന്ന് പറയുകയും പിന്നെ കുടികടപ്പുകാരെന്ന് വിളിക്കുകയും അവരെ എൻക്രോച്ചേഴ്സ് ആയി കാണുകയും അവരെ പുറത്തിറക്കി വിടൂല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ വളരെ കഷ്ടമായിട്ട് കാണുന്നത്. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തണം.